ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അപ്പം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസങ്ങളായി ഇപ്പം വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്ത് ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല. പിന്നെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. ഇപ്പം രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. ഇവിടുന്ന് നേരെ നോക്കുമ്പോഴത്തേക്കും ദേ സ്കൈ ടവറൊക്കെ നമുക്ക് കാണാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നമുക്ക് സോഫയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നേരെ സ്കൈ ടവറിലേക്ക് ഒരു വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. കാറ്റിൻ്റെ കാണാനുണ്ട്. മരങ്ങളൊക്കെ എപ്പോഴും കിടന്നുകൊണ്ട് നന്നായിട്ട് കാറ്റത്ത് കിടന്ന് ഒലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് നമുക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കത്തില്ല. പിന്നെ എന്താ, വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രസമാണ്. ഒത്തിരി ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അങ്ങ് ദൂരെ വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇനിയിപ്പം ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് സാധാ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാനൊരു ക്യാമറ കൂടി കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്. കുഞ്ഞിനാണെങ്കിൽ അവന് നഗറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വാശി പിടിച്ചപ്പോഴത്തേക്ക് ഞാനത് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എപ്പോഴൊന്നും കൊടുക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. പിന്നെ ചോറ് ഇടണം. ചോറ് നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കാറുള്ളത്. കുക്കറിലാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് ആവുകയും ചെയ്യും. ഒത്തിരി എന്താ പറയുക, ഒത്തിരി നേരം അടുപ്പത്ത് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ അരിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഞങ്ങളുടെ ചെറിയൊരു അളവ് ഗ്ലാസ്സാണ്. ആ സമയത്തേക്കും ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നഗറ്റ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒരു ചെറിയൊരു ഫ്രൈങ് പാനിലായിട്ട് കൊടുക്കുന്നത്. അത് ഒരു 2 എണ്ണമൊക്കെ അവൻ കഴിക്കത്തുള്ളൂ, 2-3 എണ്ണമൊക്കെ കഴിക്കത്തുള്ളൂ. എന്നാലും വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുള്ളൂ. അപ്പം ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങ് മേടിച്ച് വെച്ചതായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ അവന് എന്തെങ്കിലും സൈഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമുള്ളൂ. അല്ലാതെ ചുമ്മാ നഗറ്റ്സ് കഴിക്കാൻ അവന് ഇഷ്ടമില്ല. മിക്കവാറും അവന് മയണൈസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പം അങ്ങനെ അത് ഞാൻ ജസ്റ്റ് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു. പിന്നെ അരി കഴുകുവാണ്. ഈ ക്യാമറയിലേക്ക് നോക്കുന്നത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെക്കോർഡ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാരണം അതിലോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതാണ്. ഞാൻ അരി കുക്കറിലേക്ക് തന്നെയാണ് ഇട്ടത്. നമുക്ക് ആ ഒരു ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു നേരത്തേക്ക് കറക്റ്റാണ്. അപ്പം ഞാൻ അരി കഴുകി. പിന്നെ അപ്പോഴത്തേക്കും നഗറ്റ്സ് പകുതി ആയായിരുന്നു. അവൻ വന്ന് തിരക്കിടുവാണ്. അവൻ അപ്പം തന്നെ അർജൻറ്റായിട്ട് വേണം. അവനത് ആവാനുള്ള ക്ഷമയില്ല. അപ്പം അത് ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കുക, പോയിരിക്കും പെട്ടെന്ന് തരാമെന്നും പറഞ്ഞ്. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ അരി കഴുകി, കുക്കറിൽ തന്നെ അരി കഴുകി. അത് 2 വലിയ ബർണറും പിന്നെ 2 ചെറുതുമാണ് അടുപ്പുള്ളത്. അപ്പോൾ അതിലെ വലുതിലാണ് ചോറൊക്കെ സാധാരണ വെക്കാറുള്ളത്. അങ്ങനെ ചോറ് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് കറിയായിട്ട് കുറച്ച് നമുക്ക് കടലക്കറി വെച്ചത് കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ വഴുതനങ്ങ തോരനും കുറച്ച് ബാക്കിയുണ്ട്. എനിക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ നാളത്തേക്ക്, പ്രത്യേകിച്ച് നാളെ എനിക്ക് ഓഫ് തന്നെയാണ്. അപ്പം നാളത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കണ്ട, നാളത്തേക്കുള്ളത് നാളെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ജസ്റ്റ് ഒരു മീൻ മാത്രം വറുക്കാനാണ് പ്ലാന്. ഇതാണ്. അപ്പോൾ അവൻ്റെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഞാനൊരു ഇച്ചിരി മയണൈസും കൂടിയാണ് കൊടുക്കുന്നത്. ഒത്തിരി ഒന്നും അവൻ എടുക്കത്തില്ല, ചെറുതായിട്ടൊന്ന് മുക്കത്തുള്ളൂ, ചെറുതായിട്ടൊന്ന് മുക്കി കഴിക്കത്തുള്ളൂ. അപ്പം സൈഡിൽ കുറച്ച് മയണൈസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ എടുക്കും അതൊന്ന് പയ്യെ പയ്യെ കുറേശ്ശെ തിന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അടുത്തത് ഇനി മീൻ എടുക്കാമെന്ന് വിചാരിച്ചാണ്. വലിയൊരു പാക്കറ്റായിരുന്നു കേട്ടോ മീൻ. അത് ഞങ്ങൾ 2 എണ്ണമൊക്കെ വെച്ചാണ് മിക്കവാറും വറുക്കാറുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു വലിയ പാക്കറ്റായിരുന്നു. അപ്പം അതിനകത്ത് ഇനി 2 എണ്ണേ ബാക്കിയുള്ളൂ ആ ഒരു പാക്കറ്റിൽ. അപ്പം അതിൽ ആ ലാസ്റ്റത്തെ 2 മീനും കൂടി എടുത്ത് ഇന്ന് വറുക്കാമെന്ന് വിചാരിച്ചു. ഞാനതിനെടുത്ത് വെള്ളത്തിലോട്ട് ഇടാനുള്ള പരിപാടിയാണ്. നന്നായിട്ട് ഫ്രീസറിലിരുന്ന കാരണം കുറച്ച് നേരം വെള്ളത്തിലിട്ടാലേ അത് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ.
എനിക്കൊരു സ്വഭാവമാണ് ഈ 1-2 പാത്രങ്ങൾ ഇരുന്നാൽ എനിക്ക് പെട്ടെന്ന് അത് കഴുകി വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഇരുന്നാലൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം പിന്നെ പെട്ടെന്ന് ചെറിയ പാത്രമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി എടുത്ത് വെക്കാൻ പോലെ തിരിച്ച് ആ റാക്കിലേക്ക് കയറ്റിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ 1-2 അവന് നഗറ്റ്സ് ഉണ്ടാക്കിയ പാത്രം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കഴുകി വെക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്. മീൻ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ശരിയാകത്തില്ല, ആകെ വൃത്തികേടായിരിക്കും. അപ്പം മീൻ നന്നാക്കി പിന്നെ കുറച്ച് നേരം ഒന്ന് പരട്ടിയൊക്കെ വെച്ചിട്ട് വേണം വറക്കാൻ. രാവിലെ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വലിയ വിശപ്പ് ആയിട്ടില്ല, പയ്യെ വിശക്കത്തുള്ളൂ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ. എനിക്ക് കുറേ കമൻറ്റുകളും എന്താ പറയുക, കുറേ മെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ കുറേ എല്ലാ പ്രോസസ്സിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ കൂടുതൽ നമ്മൾ ഒത്തിരി ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കാനായിട്ട് നിൽക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വ്യത്യാസങ്ങളുണ്ടാവും. ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നേരത്തെയും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെടുക, അങ്ങനത്തെ വല്ല ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എല്ലാ കമൻറ്റും എല്ലാ മെയിലും ഒന്നും നോക്കാൻ വേണ്ടി പറ്റാറില്ല. അതാണ് ചിലപ്പം ചിലതിനൊക്കെ ഇങ്ങനെ റിപ്ലൈ തരാനൊക്കെ താമസം വരുന്നത്. അങ്ങനെ ഒരു 3-4 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ മീൻ. അപ്പം ഞാൻ അതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഞാൻ തീയൊക്കെ അങ്ങ് കുറച്ച് വെച്ചു. ഇതാണ് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ തോരനും കടലക്കറിയും മീൻ വറുത്തതുമായിരുന്നു.
അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പയ്യെ ഒന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി വന്നു. മുഖത്ത് ഇതിന് മുൻപൊക്കെ കുരു വന്നിട്ടുള്ള പാടുകളാണ്. അതായത് പാടുകൾ പോകാൻ വേണ്ടി ഭയങ്കര പാടാണ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഇങ്ങനെ ആ പാടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മുഖത്ത് നിറച്ച് പാടാകുമ്പോൾ നമുക്കതൊരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പം തണുപ്പും കൂടെയൊക്കെ ആയതുകൊണ്ട് ആകെ ഒരു വരൾച്ച പോലെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ വരണ്ടിരിക്കുന്ന പോലെ ഉണ്ടാവും മുഖം കഴുകി കഴിഞ്ഞിട്ട്. ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു. ജസ്റ്റ് അതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. ഇപ്പം മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ പുറത്ത് പോകുമ്പം സൺസ്ക്രീൻ ഇടാറുണ്ട്. പിന്നെ ഇതിപ്പം ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച ഒരു ലിപ് ബാമാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് ടിൻറ്റഡ് ആണ്, നല്ല കളറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ലിപ്സ്റ്റിക്ക് ഇടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനതുകൊണ്ട് കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലൊരു റെഡിഷ് കളറുണ്ട്. അപ്പം ആ ഒരു ലിപ് ബാം ഇട്ടു. പിന്നെ ഇനിയിപ്പോൾ ഒരു സൺസ്ക്രീനും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇത് ക്യാമറയിൽ നോക്കിയിട്ട് ഇടുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ തെന്നിൻ്റെ ഇതായി. സൈഡിൽ ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി മുന്നോട്ട് നീങ്ങി നിൽക്കുന്ന പോലെ. അപ്പം ഞാൻ ക്യാമറയിലും നോക്കുന്നുണ്ട്, കണ്ണാടിയിലോട്ട് നോക്കുന്നുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ നോക്കുന്നത്. ഇനി പിന്നെ എനിക്ക് ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പിരികം ഒന്ന് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് എല്ലായിടും ഒരുപോലെയല്ല, പല സ്ഥലത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് പിരികവും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലൊക്കെ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടമാവുകയെന്ന് ഇങ്ങനത്തെ വീഡിയോസൊക്കെ താല്പര്യമുണ്ട് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ.